മൊയ്തീനെ സാധനം എടുക്കുക. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? ഓരോ മാസം കൂടുമ്പോഴും പത്രത്തിന്റെ സർക്കുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുക. MD-ക്ക് എന്നാ ചീത്ത അറിഞ്ഞാൽ മതി. ഈ ഞാനെന്ത് ചെയ്തിട്ടാ? ഇങ്ങനെ പോവാണെങ്കിൽ നമ്മളെ പത്രത്തിന്റെ സ്ഥിതി ഏകദേശം നമ്മുടെ മുരളീന്റെ പത്രത്തിന്റെ അവസ്ഥയാവും. ഇവിടെ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ചില വാർത്തകളുണ്ട്. അത് കൃത്യമായിട്ട് കൊടുക്കണം. എന്നാൽ അവർക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. നീ ഞാൻ പറഞ്ഞ പോലെ മലയാളികൾക്ക് ലൈംഗിക ശേഷി കുറയുന്നുള്ള പരമ്പര കൊടുത്തിട്ടുണ്ടായി. ഓരോ ഒലയ്ക്കും ഉണ്ടായില്ല. അതൊക്കെ നമ്മൾ ആരോഗ്യവാസികൾ ഹൈജാക്ക് ചെയ്തിരിക്കല്ലേ. ഓരാകുമ്പോ നല്ലോണം സൂചിപ്പിക്കുകയും ചെയ്യും. പിന്നെ ആർക്ക് വേണം വേഗമോ ലഡു കണ്ട് നല്ല മതിലുണ്ട്. പിന്നെ വേറൊരു പണിയുണ്ട്. പണ്ട് നമ്മുടെ പത്രം ചെയ്തൊരു ഐഡിയ ആണ്. എല്ലാ വരിക്കാർക്കും ഇൻഷുറൻസ് എടുക്കുക. അങ്ങനെ ഒന്നും ചെയ്താലോ? അങ്ങനെ അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഭാര്യമാരെ പണിയിൽ പോയ വാഹനക്കാർക്ക് ഓരോ ഇൻഷുറൻസ് വെച്ച് കൊടുക്കുക. എങ്ങനെ ഉണ്ടാവും? ഭാര്യമാര് പണിക്ക് പോയാൽ പിന്നെ എന്തിനാണ് ഇൻഷുറൻസ്? അത് തന്നെ ഏറ്റവും വലിയൊരു ഇൻഷുറൻസ് അല്ലേ? എന്താണ് ബാബന്റെ? അതും ശരിയാണ്. ഞാനിപ്പോഴും പറയുന്നത് എന്താ അറിയോ, ആളുകൾക്ക് രസിക്കുന്ന വാർത്തകൾ കാച്ചിയായ ക്യാപ്ഷനോട് കൂടി ഇടണം. പ്രത്യേകിച്ച് ഓൺലൈൻ എഡിഷനിൽ. ഉദാഹരണത്തിന് തടവറയിൽ വണ്ടിച്ചോർ പാട്ട് പാടുന്നു, ഷാലു മേനോൻ ജയിലിൽ വെച്ച് തന്റെ ഫേവറേറ്റ് കളർ മാറ്റി, മികച്ച 10 ലൈംഗിക ഭക്ഷണങ്ങൾ. മോഹൻലാലിനെ വിളിച്ചപ്പോൾ നിവിൻ പോളി എവിടെയായിരുന്നു? മഞ്ജു വാര്യർ ദിലീപിന്റെ കൂടെ അഭിനയിക്കും. ലെഗിൻസ് ധരിച്ചാൽ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവും. ഇതൊക്കെയല്ലേ? ഇതൊക്കെ നിങ്ങൾ മാത്രം കുത്തകയല്ലേ? മാത്രമല്ല, അതിന് കുറെ വെബ്സൈറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. മറുനാടൻ കൊലയാളി, ബ്ലൂ ലോകം. നമ്മളൊക്കെ എത്ര എഴുതിയാലും ആ നിലവാരത്തിലെത്തും. ഒന്നുകിൽ ആർക്കും കിട്ടാത്തൊരു എക്സ്ക്ലൂസീവ് വാർത്ത, അല്ലെങ്കിൽ ആരും പറയാത്തൊരു ലേഖന പരമ്പര. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ കാര്യം ദയനീയാവും. അതുറപ്പാ. നല്ലൊരു വാർത്തയുണ്ട്. പത്രത്തിന് സർക്കുലേഷൻ കൂട്ടാൻ പറ്റിയ വാർത്ത, ആളുകൾക്ക് ഇഷ്ടപ്പെട്ട വാർത്ത. എന്ത്? തീവ്രവാദം. തീവ്രവാദം? അതെ, തീവ്രവാദം വെച്ചാൽ എന്തും ചെലവാകും. അതിപ്പോൾ പത്രവാർത്തകളായാലും ചാനൽ വാർത്തകളായാലും. അതാണ് ഈ തീവ്രവാദ വാർത്തകളുടെ ഒരു പവർ. എനിക്കൊന്നും മനസ്സിലായില്ല. അതിന് വാർത്ത എവിടെ? തീവ്രവാദത്തിന് വേണ്ടത് വാർത്തകളല്ല, തിരക്കഥകളാണ്. തിരക്കഥകളോ? നിങ്ങളെന്താ ഈ പറയണേ? താൻ ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് എഴുതിയാൽ മതി. നിങ്ങളുടെ പത്രത്തിൽ ഒരു എക്സ്ക്ലൂസീവ് പരമ്പര വരാൻ പോകുന്നു. അതിനു വേണ്ട തിരക്കഥ, സോറി, വാർത്ത ഞാൻ പറഞ്ഞു. താനത് അങ്ങോട്ട് എഴുതിയാൽ മതി. സീൻ 1, മലപ്പുറം. ഇതാണ് തീവ്രവാദത്തിന്റെ ആസ്ഥാനം. കള്ള
കള്ളക്കടത്തുകാരുടെയും കുഴൽപ്പണക്കാരുടെയും ഭീകരവാദികളുടെയും നാട്. ശബരിമല സീസണിൽ പോലും കറുത്ത തുണി വിൽക്കാൻ സമ്മതിക്കാത്ത ഒരു നാട്. കറുത്ത തുണി ഡോ ക്യാമറ മാറ്റടോ. കണ്ടോ സിമി, ഇവിടെ ഓഫീസ് പോലും ഉണ്ടോ അവർക്ക്? സിമി എന്റെ മോളെ പേരാണടാ. ചേലക്കാണ്ട പോടാടുന്ന്. ആ സീൻ കട്ട് ചെയ്ത് അതൊക്കെ പോട്ടെ, നിങ്ങൾ ബാക്കി പറയാം. സീൻ 2, മലപ്പുറത്തെ ഒരു ഗ്രാമത്തിലെ കള്ള് ഷോപ്പ്. മൊയ്തൂസ് കള്ള് ഷോപ്പ്. ഈ കാണുന്ന കള്ള് ഷാപ്പാണ് ഇവിടുത്തെ തീവ്രവാദ കേന്ദ്രം. ഇത് മൊയ്തു, ഈ കള്ള് ഷാപ്പിന്റെ ഓണർ, അഥവാ സ്ഥലത്തെ പ്രധാന തീവ്രവാദി. മറ്റാരും ഉപയോഗിക്കാത്ത തരം വീര്യം കൂടിയ കള്ളാണ് മൊയ്തു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ മറ്റു കള്ള് ഷാപ്പുകളെ വിട്ട് മൊയ്തുവിൻ്റെ ഷാപ്പിലേക്ക് ഇരച്ചു കയറി. പതിയെ മൊയ്തുവിൻ്റെ കള്ള് ഷാപ്പ് വളർന്നു. കൂടെ മൊയ്തുവും അയാളുടെ സാമ്രാജ്യവും. എന്ത് കട്ട് പറഞ്ഞേ? കാഫിയടാ ഇവിടെ വരുന്നേ. ആര്? സഫിയോ? സഫിയല്ല, കാഫിയ. കാഫിയ This is Al Moidu. Everybody get down. Nobody ever found man who played you. Call Al Moidu. Al Moidu. Al Moidu. For the crown, heavy with the sound, pound for a pound, never left a clue like he fell off the blue. This the man who played you, Al Moidu. സംഭവം സാറായിട്ട്, പക്ഷെ നിങ്ങൾ കുറെ നേരമായാലും തുടങ്ങിയിട്ട് ഇല്ല. അവിടെ തീവ്രവാദം വരും. ലേറ്റാവും, എന്തായാലും ലേറ്റസ്റ്റ് ആവരും. നീ നോക്ക്. സീൻ 3, രാത്രി.
നോക്കുക, 4 പേരും വീണു. മൊയ്തീനെ സാധനം എടുക്കുക. കള്ള് ഷാപ്പ് അടക്കുന്നതിന് മുമ്പ് കുടിച്ച് ബോധം കെട്ടി കിടക്കുന്നവരുടെ അടുത്തേക്ക് മൊയ്തു വരും ക്രൂരമായ ഭാവത്തോടെ. അങ്ങനെ കള്ളു കുടിച്ച് ബോധം കെട്ടി കിടക്കുന്നവരെ അവർ പോലും അറിയാതെ മൊയ്തു മതപരിവർത്തനം നടത്തി. കേരളത്തിൽ ഒരു പുതിയ തീവ്രവാദ പ്രവർത്തനം തുടക്കമിടുകയായിരുന്നു, കള്ളു ജിഹാദ്. കോഴിക്കോട് നിന്ന് 500 പേരും, മലപ്പുറത്ത് നിന്ന് 2000 പേരും, കണ്ണൂരിൽ നിന്ന് 700 പേരും, കാസർഗോഡ് നിന്ന് 1000 പേരുമാണ് കള്ള് ജിഹാദിലൂടെ മതപരിവർത്തനത്തിന് ഇരയായിട്ടുള്ളത്. മതം മാറിയവരെ കാശ്മീരിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതായിട്ടാണ് ഇന്റലിജൻസിൽ നിന്നും ലഭിക്കുന്ന വിവരം. എങ്ങനെ കലക്കൂലേ? ഇതൊരുമാതിരി അലിബി മത്തിക്കറിയും പോലുണ്ട്. ആകെ മൊത്തം ഒരു പൊരുത്തക്കേട്. ഇതൊക്കെ ജനങ്ങൾ വിശ്വസിക്കുമോ? എന്തേ? ഒന്നാമത് മുസ്ലിങ്ങൾക്ക് കള്ളറാമം, പിന്നെ ഇവര് സാധനം വെച്ചിട്ട് മതം മാറ്റാൻ നോക്കുക. സംഗതി തീറ്റി പോയി. പിന്നെ പെണ്ണുങ്ങളെ വളച്ച് മതം മാറ്റലും അവരെ കൊണ്ട് വേശ്യാലയത്തിൽ വിൽക്കുന്നൊക്കെ മുസ്ലിങ്ങൾക്ക് പുണ്യകർമായതുകൊണ്ടാ ലവ് ജിഹാദ് ഇവിടെയൊക്കെ എല്ലാവരും വിശ്വസിച്ചത്. ലവ് ജിഹാദിന്റെ അത്ര പൊരുത്തക്കേടൊന്നും ഇതിലില്ലടോ. ലവ് ജിഹാദ് വിശ്വസിച്ച കിഴങ്ങന്മാര് ഇതും വിശ്വസിക്കും. എന്നാലും ഒരു പ്രശ്നമുണ്ട്. പത്രം മുസ്ലിം വിരുദ്ധാണെന്നൊരു പ്രചരണം വരും. അതിന് വേറൊരു വഴിയുണ്ട്, അച്ചായൻ തന്ത്രം. വർഷത്തിൽ 364 ദിവസവും ഇമാതിരി വാർത്തകൾ കൊടുത്തിട്ട് 365ാമത്തെ ദിവസം നമ്മൾ തങ്ങളെ വീട്ടിലെ ഏതെങ്കിലും കുട്ടീൻ്റെ സുന്നത്ത് കല്യാണത്തിൻ്റെ ചടങ്ങിൽ ഫുൾ കവറേജ് വാർത്ത കൊടുക്കുന്നു, വിത്ത് കളർ ഫോട്ടോ. മലപ്പുറം എഡിഷനിൽ മാത്രം മതി. അപ്പൊ അവർ വിചാരിക്കും ഇത് അവരുടെയും കൂടെ പത്രമാണ്, നമ്മൾ സേഫ്. നീ എന്താ എന്റെ പ്രശ്നമോ? അല്ല, ഇതൊക്കെ ഈ പത്രധർമ്മത്തിനെതിരല്ലേ? ഇന്നത്തെ കാലത്ത് ആളുകൾ പത്രം വായിക്കുന്നത് അറിവ് നേടാനൊന്നല്ല, ഒന്ന് രസിക്കാനാ. അപ്പൊ പിന്നെ അവരെ പരമാവധി രസിപ്പിക്കുന്നതാണ് പത്രധർമ്മം. എടാ, ഈ മലയാളി ഹൗസ് കാണുന്നവന്റെ മുന്നില് അമീർ ഖാന്റെ സത്യമേവ ജയതെ കാണിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. പിടികിട്ടിയ എന്ന് വെച്ചാൽ പൂരപ്പാട്ട് വാക്മാൻ കേൾക്കുന്നവന് ത്യാഗരാജ കീർത്തനം ഇട്ട് കൊടുക്കരുത് എന്ന്. കറക്റ്റ്. അതാണ്.
आतंकवादी बम फोड़ते थे, गोलियां बरसाते थे, इंसान को इंसान के खिलाफ भड़काते भी थे. കള്ളുജിഹാദ് സംഭവം കേരളത്തെ പിടിച്ചുലക്കുന്നു. യാതൊരു സ്ഥിതിയും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതേസമയം മൊയ്തു എന്ന പേരിൽ നടത്തുന്ന ചായക്കടയിൽ ഇപ്പോൾ പോലീസ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം തന്നെ ISI എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് പാക് ചാര സംഘടനയുമായുള്ള ബന്ധത്തെ സ്ഥിരീകരിക്കുന്നു. Yeah. Hey, you put your hands in the air, it's Everybody listen, man with the mission. Tony Davis sipping with terror and aggression. Bumping out the booze and he racing off your crew. Listen up close, it's the same liquor in the news. Toxic news, serving in your rooms. Fabricated views and fascist abuse. Pass it as a license to refuse the truth. God is my witness, can you refuse the truth? Everybody listen, man with the vision. Everybody listen to a man with the mission. Tony Davis sipping with terror in the vision, cause it's Al Moido. ഇതൊക്കെ ജനങ്ങൾ വിശ്വസിക്കൂ.